ഹലോ, ഗുഡ് ഈവനിങ്. രാവിലെ ഈ വീഡിയോ ഇട്ടതാണ് കേട്ടോ, പക്ഷേ അത് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ വോയിസ് കൂടി റൊട്ടേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ രാത്രി 9 മണിയാവുന്നു ഈ ഒരു സമയത്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം നമ്പർ 1, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ. 2, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി. 3, ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയതാര്. 4, കടൽ മാർഗം ആദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ. 5, വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിച്ചേർന്നതെന്ന്. 6, ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഏത് വിദേശികളാണ്. 7, ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം. 8, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം. 9, വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. 10, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത്. 11, വാസ്കോഡ ഗാമ അന്തരിച്ചത്. 12, ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തി. 13, ഏത് രാജ്യക്കാരാണ് ഡാനിഷുകാർ എന്നറിയപ്പെടുന്നത്. 14, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 15, ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതാര്. 16, വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം. 17, ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി ആര്. 18, വാസ്കോഡ ഗാമ പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന പാത അറിയപ്പെടുന്നത് ഏത് പേരിൽ. 19, ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്. 20, ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത്. 21, കഥകളിയുടെ സാഹിത്യ രൂപം. 22, കഥകളിയുടെ 23, മീനാക്ഷി കല്യാണം പ്രധാനമായി കാണപ്പെടുന്ന ജില്ല. 24, തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം. 25, ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം. 26, കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം. 27, കഥകളിയിലെ ആദ്യ ചടങ്ങ്. 28, അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം. 29, മലയാള ഭാഷയുടെ പിതാവ്. 30, കേരളത്തിലെ പ്രശസ്തമായ കൂടിയാട്ടം. 31, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. 32, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല. 33, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രകൃതി ഭാഗം. 34, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. 35, കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി. 36, പാകിസ്ഥാൻ്റെ ദേശീയ നദി. 37, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. 38, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി. 39, ഭൂപടത്തിൽ വെളുപ്പ് നിറം സൂചിപ്പിക്കുന്നത്. 40, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. 41, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്. 42, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ്. നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിച്ചില്ലേ, അതിലുള്ളതാണ്. ലുക്ക് ബിഫോർ യു ലീപ്പ്. 43, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. 44, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതെന്ന്. 45, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ച വ്യക്തി. 46, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ സഭയിലെ ആകെ വനിതകളുടെ എണ്ണം. 47, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നം എന്താണ്. 48, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. 49, തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ. 50, തിരുവിതാംകൂറിലെ അവസാന രാജാവ്. 51, തിരുവിതാംകൂറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജാവ്. 52, തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജ്ഞി. 53, കുറിച്യർ കലാപത്തെ പിന്തുണച്ച തിരുവിതാംകൂർ റാണി. 54, മാവേലിക്കര ഉടമ്പടി വർഷം. 55, ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം. 56, ഈഴവ മെമ്മോറിയൽ വർഷം. 57, പണ്ടാരപ്പാട്ട വിളംബരം വർഷം. 58, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം. 59, ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. 60, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് അറിയപ്പെട്ടിരുന്നത്. 61, കുളച്ചൽ യുദ്ധം നടന്നതെന്ന്. 62, തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം നടന്നതെന്നും. 61, ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ്. 64, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ രാജാവാരായിരുന്നു. 65, ആദ്യ 50 എണ്ണൽ സംഖ്യകളുടെ തുക. 66, ആദ്യ 50 ഇരട്ട സംഖ്യകളുടെ തുക. 67, ആദ്യ 30 ഒറ്റ സംഖ്യകളുടെ തുക. 68, ആദ്യ 6 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. 69, 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക എത്ര. 70, താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്. എ 2/7, ബി 3/7, സി 5/7, ഡി 7/4. 71, 8 2/3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും. 72, 6 × 1/4 × 2 × 4/5. 73, 4/11 എത്ര കൂട്ടിയാൽ 1 ലഭിക്കും. 74, 4 × 1/5 എത്ര കൂടുതലാണ് 8. 75, 1/2 ഡിവൈഡഡ് ബൈ 1/2 ഡിവൈഡഡ് ബൈ 1/2. 26, 2 × 1/3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 21 കിട്ടും. 77, 4/11 എത്ര കൂട്ടിയാൽ 1 ലഭിക്കും.
78 4 × 3/4 തുല്യമായ ദശാംശ സംഖ്യ ഏതും? 79 0.8 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 80 8.56 + 4.367 + 11.2 എത്രയാണ്? പര്യായ പദം എഴുതുക. അമ്മ, അമ്പ്, ആയുധം, ആഹാരം, ഈച്ച. അടുത്ത കൺഫ്യൂസിങ് വേർഡ്സ്. 86 ഫ്ലെയർ, ഫെയർ. 87 ഹെർഡ്. 88 ജുഡീഷ്യസ്, ജുഡീഷ്യൽ. 89 ലൂസ്, ലോസ്. 90 പോപ്പുലർ, പോപ്പുലസ്. അർത്ഥം എഴുതാൻ. 91 എബൌട്ട് ഫേസ്. 92 ആൽഫ ആൻഡ് ഒമേഗ. 93 ബ്ലാക്ക് മാർക്കറ്റ്. 94 ബുക്ക് വോം. സ്ത്രീലിംഗം പുല്ലിംഗം എഴുതാൻ. 95 നമ്പൂതിരി. 96 മാടമ്പി. അനിമൽ ഓഫ് സ്പ്രിങ്സ്. 97 ഫോക്സ്. 98 ഗോട്ട്. 99 ഹൈന. 100 ഹ്യൂമൻ. ഇനി ഇതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതിന് ശേഷം ഈ ആൻസർ കീ വെച്ചിട്ട് ഇത് നോക്കുക കൃത്യമായിട്ട്. ഒരു 75 മുകളിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല മാർക്കാണ്. 75 80 വരെയൊക്കെ പറയാമെന്നുള്ളതാണ്. കാരണം എല്ലാം നമ്മൾ പഠിച്ചതാണ്. മാത്സൊക്കെ നമ്മൾ പഠിച്ച പാർട്ടിൽ നിന്ന് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം പൗസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും പൗസ് ചെയ്ത് ആൻസറും കറക്റ്റാക്കി നോക്കുക. മൺഡേ മുതൽ നമ്മളിനി വീണ്ടും ഡേ 16 അപ്ലോഡ് ചെയ്യുന്നതാണ്.